ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അരുണെഴുത്തച്ഛൻ എഴുതിയ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അത് 2 വോള്യമായിട്ടാണ് അദ്ദേഹം തുടർച്ചയായിട്ട് എഴുതിയിട്ടുണ്ട്. മതപ്പാടുകൾ എന്ന് പറഞ്ഞ 2ാമത്തെ വോള്യം ഉണ്ട്. ഈ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ദേവദാസി സമ്പ്രദായത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ. ആ ദേവദാസി സമ്പ്രദായം പിന്തുടർന്നു പോകുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അവരുടെ ഇപ്പോഴുള്ള അവസ്ഥ, അവിടെ ഇനി വരാൻ പോകുന്ന, ഇനി ഭാവിയിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് അവിടെ ചെന്ന് കാലങ്ങൾ അവരെ കണ്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ കണ്ടും കേട്ടും എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. പൊതുവെ ദേവദാസി സമ്പ്രദായം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ വളരെ വിശുദ്ധമായിട്ട് കരുതിയിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. കാരണം ദേവന് അല്ലെങ്കിൽ ദേവിക്ക് സഖിയായിട്ട് ഒരു പെൺകുട്ടിയെ കൊടുക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ആ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രമാണിമാരും നോക്കുക എന്നുള്ളതായിരുന്നു. കാരണം പണ്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പണ്ഡിതകളായിട്ടുള്ള സ്ത്രീകളായിരുന്നു ആ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത്. കാരണം ഉപദേശങ്ങൾ, അമ്പലത്തിൽ വരുന്നവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതൊക്കെ പരിഹരിക്കാനുള്ള രീതിയിലായിരുന്നു പണ്ടത്തെ ദേവദാസി സിസ്റ്റം ഉണ്ടായിരുന്നത്. പക്ഷേ ആര്യവംശം ഇവിടെ വന്ന് വേരുറപ്പിച്ച് അവരുടെ ജീവിത രീതികൾ, അതായത് ബ്രാഹ്മണ്യം ഇവിടെ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ദേവദാസിമാരുടെയൊക്കെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വേശ്യകളെക്കാളും കഷ്ടമായിരുന്നു. ഒരു 9 വയസ്സ് 10 വയസ്സ്, അതായത് വയസ്സറിയിച്ചിട്ട് പോലും ഇല്ലാത്ത പെൺകുട്ടികളെ നിർബന്ധിച്ച്, അതായത് തീരെ മോശം അവസ്ഥയിലുള്ള വീടുകളെയൊക്കെ ഇവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അവിടെ കുറച്ച് സൗന്ദര്യമൊക്കെ ഉള്ള കുട്ടികളെ ഇവര് ഈ അമ്പലങ്ങളിലേക്ക് നിർബന്ധിച്ച്, അല്ലെങ്കിൽ നാട് മുടിഞ്ഞു പോകും. അതിനകത്ത് ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ദേവദാസി, അദ്ദേഹം കണ്ടൊരു ദേവദാസി അവരെ കഥ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ നിർബന്ധിച്ച് എന്നെ ദേവദാസി ആക്കിയതാണ്. കാരണം എൻ്റെ ചേച്ചിക്ക് ചിക്കൻ പോക്സ് വന്നു. ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ മാരകമായിട്ടുള്ളൊരു അസുഖമായിട്ട് കണ്ടിരുന്ന ഒരിതാണ്. അപ്പോൾ അത് വന്നത് ദേവീ കോപം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ അവിടെ ദേവദാസിയാക്കി വെക്കണം. പക്ഷെ ദേവദാസി എന്ന് പറയുന്ന അത് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവര് ഒരു 12 വയസ്സ് ഇവർ ആ സ്ത്രീത്വത്തിന്റെ ഒരു രീതിയിലേക്ക് വരുമ്പം അവരെ ഉപയോഗിക്കുന്നത് അന്നത്തെ പ്രമാണിമാര്, അന്ന് അവിടെയുള്ള പ്രഭു കുടുംബങ്ങള്, അവരുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ അവരെ അമ്പലങ്ങളിൽ വന്ന് അവരെ വീടുകളിൽ കൊണ്ടുപോയി അവരുടെ വേശ്യകളാക്കി, അവരുടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലെവലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അതും ഈ 10-12 വയസ്സുള്ള കുട്ടികളെ തൊട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ പക്ഷെ ആ ഒരു കാലഘട്ടം ഒരു 20 വയസ്സ് 22 വയസ്സ് ആകുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ആകർഷകത്വം പോയി. പിന്നെ അടുത്ത ആള്, അങ്ങനെ ഒരു അമ്പലത്തിലേക്ക് വരുന്ന ദേവദാസികളുടെ എണ്ണം കൂടുമ്പോൾ അവിടെയുള്ള പ്രായം ചെന്ന ദേവദാസികളെയൊക്കെ ഇവർ പറഞ്ഞു വിടും. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് വേറെ തൊഴിലറിയില്ല, വിദ്യാഭ്യാസമില്ല. അവര് സമൂഹത്തിൽ ഇറങ്ങി ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ട ഒരവസ്ഥ. പിന്നെ അതുകൂടാതെ അന്നത്തെ പ്രഭുമാർ ഉപയോഗിച്ചിരുന്നവരെ സാധാരണ ജനങ്ങളും ഇതുപോലെ കൊണ്ടുപോയി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് അവരെ അങ്ങ് ആ ഒരു തെരുവ് വേശ്യകളാക്കി മാറ്റിയെടുക്കുന്ന ഒരു സമ്പ്രദായം. ദേവദാസി എന്ന് പറയുന്ന ആ ഒരു പേരിന് എങ്ങനെ വേശ്യ എന്നുള്ള രീതിയിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ കുറെ ദേവദാസിമാരുടെ കാര്യം പറയുന്നത് എല്ലാവർക്കും ഏകദേശം ഈ ഒരു സെയിം കഥ തന്നെയാണ് പറയുന്നത്. വീട്ടിലെ ദാരിദ്ര്യം, പിന്നെ ഈ സമൂഹത്തിലെ ഉന്നതന്മാര് വന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ദൈവീകമൊക്കെ ഉണ്ടാവും. പിന്നെ ഒന്നും വേണ്ട, അങ്ങോട്ട് വന്നിട്ട് ഈ ചിക്കൻ ബോക്സ് അന്ന് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചിക്കൻ ബോക്സ് ആയിരുന്നു അവരെ സഹായിച്ചിരുന്ന ഒരു കാര്യം എന്ന് തോന്നുന്നു, ഈ പ്രഭുക്കന്മാരെ ഇവരെ ദേവദാസികളാക്കാൻ വേണ്ടി. അങ്ങനെ ഈ അതിനകത്ത് ഇവര് ഒരു കുന്നിന്റെ മുകളില് ഈ ദേവദാസി ആക്കുന്ന ഒരു ചടങ്ങിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. നഗ്നകളായിട്ടാണ് ഈ പെൺകുട്ടികളെ അവിടെ കൊണ്ടുപോകുന്നത്. ഈ 10-12 വയസ്സായ കുട്ടികളെ ഒരു തുണി പോലും ഉടുപ്പിക്കാതെ ഈ മലയുടെ മോളിൽ കൊണ്ടുപോയി അവിടെ ഒരു കുളമുണ്ട്. കുളം എന്നൊന്നും പറയാനില്ല, ഒരു ചെളിക്കുണ്ട്. അവിടെ കുളിച്ച് പൗർണമി ചന്ദ്രനെ കണ്ടാൽ അവർ ദേവദാസിയായി. ഇത്രയും പേര് നോക്കി നിൽക്കുമ്പോഴാണ് ഈ 10-12 വയസ്സായ കുട്ടികളെ ഇപ്പോഴും റീസെന്റ് ആയിട്ട് 12 ഇയേഴ്സ് മുമ്പ് വരെ ഇങ്ങനൊരു ചടങ്ങ് അവിടെ നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പിന്നെ കൽക്കട്ടയിലെ മറ്റേ പൂനെയിലൊക്കെ റെഡ് സ്ട്രീറ്റിലും അങ്ങനെയൊക്കെ പോയി അവിടുന്ന് ഈ ദേവദാസി സമ്പ്രദായം നിയമം മൂലം നിരോധിച്ചതിന് ശേഷം ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അദ്ദേഹം അറിയാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അമ്പലങ്ങളിൽ അവർക്ക് സ്ഥാനമില്ല, പിന്നെ ഈ സമൂഹത്തിൽ ഈ ഒരു തൊഴിലല്ലാതെ അവർക്കൊന്നും അറിയുമില്ല. അപ്പൊ അങ്ങനെ ഇവര് ഈ തെരുവ്, ഇങ്ങനെ ചുവന്ന തെരുവിലേക്കും അങ്ങനെയൊക്കെ എത്തിപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ദേവദാസികളായി വന്ന് പിന്നെ ഈ വേശ്യ ജോലി ഏറ്റെടുത്ത ഒരുപാട് പേരുണ്ട്.
ഇന്നും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് എനിക്ക് ഓർമ്മ വരുന്നൊരു സ്വപ്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ചെന്നപ്പോൾ ഒരു ഭ്രാന്തി പോലെ നടക്കുന്ന ഒരു സ്ത്രീ അവരെ കണ്ടിട്ട് ഇതാണ് ഈ ഒരു കാലത്ത് ആ തെരുവ് മുഴുവൻ അടക്കി പിടിച്ചിരുന്ന റാണിയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ ഇഷ്ടമില്ലാതെ അവിടെ ഒന്നും നടക്കില്ല. പക്ഷെ അവർ പെൺകുട്ടികളെ നിർബന്ധിച്ച് ഈ ജോലി ചെയ്യിപ്പിക്കൂല. ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ അവരുടെ എന്ന് വെച്ചാൽ ഇവര് കാശ് കൊടുത്താണല്ലോ പെൺകുട്ടികളെ മേടിക്കുന്നത്. അതൊന്നും നോക്കാതെ തന്നെ ഈ പെൺകുട്ടികൾക്ക് വേണ്ട സഹായം എല്ലാം ചെയ്തു കൊടുത്തിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ കുംഭമേള വന്നു കഴിഞ്ഞപ്പോൾ സന്യാസിമാരാണല്ലോ അവിടെ വരുന്നത്. അപ്പൊ സന്യാസിമാര് വരുമ്പം അവരുടെ വ്രതം ഭംഗപ്പെടുമെന്ന് പറഞ്ഞ് അവരുടെ വ്രതഭംഗം വരുമെന്ന് പറഞ്ഞ് ഇവിടെ ആ തെരുവില് ജീവിച്ചിരുന്ന എല്ലാവരെയും അവിടെ നാട്ടി ഓടിച്ചു. അങ്ങനെ അവരുടെ സ്വത്ത് ഈ ഏറ്റവും കൂടുതൽ പണം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സ്വപ്ന എന്ന് പറയുന്നത്. പക്ഷെ പണം എന്ന് പറഞ്ഞാൽ അവരത് സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ അവർക്ക് അതൊരു ഭ്രാന്ത് പോലെയായി. എന്റെ എല്ലാം അധികാരങ്ങളും പോയി, സ്വത്ത് പോയി, സഹായിക്കാനുള്ളൊരിത് പോയി. അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഇവര് ഈ തെരുവിലിരുന്ന് മലിനജലം ഒഴുകുന്ന അവിടെ ഇരുന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഫുഡ് വേസ്റ്റ് ആണ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇവരതേ ചെയ്യും. ഇപ്പൊ ഒരാളിങ്ങനെ ഇവര് നടക്കുന്നവരുടെ അടുത്തൊക്കെ ഭിക്ഷ എടുക്കും. ഈ സ്വപ്ന എന്ന് പറഞ്ഞവര് അങ്ങനെ ഭിക്ഷ എടുത്തുമ്പോൾ ഒരാള് ഒരു 10 രൂപ എങ്ങാണ്ട് അവരെ കൈ വെച്ച് കൊടുത്തു. ഇവരതും കൊണ്ട് നടക്കുക. തൊട്ടെതിരെ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയുടെ കൈ വെച്ച് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ഇവർ ആ പെൺകുട്ടിയെ കണ്ടുടനെ ഈ 10 രൂപ എടുത്ത് ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക്, അതായത് ഭിക്ഷ എടുത്ത് കിട്ടിയ ആ പൈസ പോലും അവര് അത്രയും ഇല്ലാതിരുന്നിട്ട് പോലും അവര് കൊടുക്കുന്ന ഒരു കാഴ്ച. അപ്പൊ ആ സ്വപ്നയുടെ ജീവിതചരിത്രം വായിച്ചിട്ട് കുറച്ചു പേര് ഇവരെ കാണാനായിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ അവർക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. അവരെവിടെയോ ആ തെരുവിലെവിടെയോ അഭയം പ്രാപിച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ പിന്നെ ഒരു കാര്യമുള്ളത്, പെൺകുട്ടികളെ മാത്രം ആൺകുട്ടി ഉണ്ടായാൽ നമ്മൾ പൊതുവെ കേട്ടിരിക്കുന്നത് ആൺകുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ പെൺകുട്ടികളാണ് ഗർഭത്തിലെങ്കിൽ അതിനെ ഭ്രൂണഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു ഗ്രാമത്തില് ആൺകുട്ടികളെ ഇല്ല. ആൺകുട്ടികളെയാണ് ഭ്രൂണഹത്യ ചെയ്യുന്നത്. പെൺകുട്ടികളെയാണ് ആവശ്യം. കാരണം അവർക്ക് ഈ തൊഴിൽ ചെയ്യണം. അവിടെ ഉള്ളവർ കല്യാണം കഴിക്കില്ല, കല്യാണം കഴിപ്പിച്ച് വിടുകയില്ല അവിടുത്തെ പെൺകുട്ടികളെ. അവിടുത്തെ പ്രഭുക്കന്മാരുടെയും ബാക്കിയുള്ള ആൾക്കാരുടെയും ഇഷ്ടത്തിന് ദാസിമാരായിട്ട് നിൽക്കാനാണ്. അത് അവർ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്. അതിനകത്ത് ഇന്ന ആളുടെ വീട്ടിലെ കീപ്പായിരുന്നു ഞാൻ എന്ന് പറയുന്നത് അവരെന്തോ വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് അതിനകത്ത് എല്ലാവരും പറയുന്നത്. അവർ കല്യാണം ആ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുകയില്ല. അങ്ങനെ ഒരു ഘട്ടം. അങ്ങനെ പിന്നെ പറയുന്നത് ഒരു ബീഹാറിൽ ഒരു വഴിയിൽ ഇവരിങ്ങനെ പോകുമ്പോൾ വഴിയിൽ ഇങ്ങനെ മടക്കി വെക്കാവുന്ന കട്ടിലുണ്ടല്ലോ, അതിട്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക, കുറേ പെണ്ണുങ്ങൾ ഇരിക്കുക വരുന്ന ട്രക്ക് ഡ്രൈവേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അത് ഇദ്ദേഹം വരുടെ ജീവിതചരിത്രം എഴുതാൻ ചെല്ലുന്നതാണ്. അപ്പം ഇദ്ദേഹത്തിന് ആ കസ്റ്റമർ ആണെന്ന് വിചാരിച്ചിട്ട് ഇവർ പെട്ടെന്ന് വന്നിട്ട് പറയും 250 രൂപ മതി ഒരു രാത്രി, ഒരു ദിവസം ഫുൾ എന്നാണ് പറയുന്നത്. അപ്പൊ 250 രൂപ വേണ്ട, ഞാൻ അതിന് വന്നതല്ല, 100. അവസാനം അവർ 50 വരെ താഴ്ന്ന് നിലവേശുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ ബീഹാറിൽ ഇന്ന് ഈ ഒരു ഘട്ടത്തിലാണ് വന്നത് റീസെന്റ് ആയിട്ട് അവിടെ അങ്ങനെയുള്ള കുടുംബങ്ങൾ. പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നത് അവിടെ ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ അതൊരു ജാതീയമായിട്ടുള്ള ആചാരമാണ്. എന്തേലും വഴിപാട് കഴിച്ചിട്ട് അത് നടക്കണം എന്നുണ്ടെങ്കിൽ തലയിൽ തേങ്ങ ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് അവർ ആ വഴിപാട് നടത്തുന്നത്. അതിപ്പോഴും നടക്കുന്നുണ്ട്. ജല്ലിക്കെട്ട് പോലെ തന്നെ തമിഴ്നാട്ടിൽ ഇന്നും നടക്കുന്ന വർഷത്തിലൊരിക്കലാണ് ആ ഉത്സവം വരുന്നത്. അന്ന് ഒരു 10 അവരെണ്ണിയത് 1000കണക്കിന് ആൾക്കാർ, സ്ത്രീകളാണ് കൂടുതൽ ഇരിക്കുമ്പോൾ പൂജാരി വന്നിട്ട് തലയിൽ തേങ്ങ അടിച്ച് പൊട്ടിക്കുക. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വളച്ച് കെട്ടി ഒരു സെറ്റ് മുണ്ടൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്താണ് പ്രാഥമിക ശുശ്രൂഷ കേന്ദ്രം. ചോര ഒലിക്കുന്നവർ അവിടെ കൊണ്ടുപോകും. ഒന്ന് അവിടെ പ്രാഥമികമായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. പിന്നെ ബ്ലീഡിങ് ആണെങ്കിൽ അവരുടനെ അവിടുത്തെ വണ്ടിയിൽ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതൊരു വിശ്വാസം. അത് പക്ഷെ അത് എടുക്കാൻ വീഡിയോ റെക്കോർഡ് സമ്മതിക്കില്ല, ഫോട്ടോ എടുക്കാൻ. അവിടെ അതിലൊക്കെ ഗുണ്ടകളാണ്, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നത് ഈ ചുവന്ന തെരുവിൽ പോയിട്ട് നമുക്ക് ഇവരെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 മണിക്കൂറാണ് ഒരു കസ്റ്റമർക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ആ സമയം കഴിഞ്ഞാൽ അവിടെ മുട്ട് കേൾക്കാം, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റേ എന്താ പറയുന്നത് കോണ്ടംസിന്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് അവിടെയൊക്കെ ഒന്ന് ഇട്ടേക്കും, ഒന്ന് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഒലച്ച് വേണം പുറത്തേക്ക് ഇറങ്ങി പോകാൻ. കാരണം അല്ലെങ്കിൽ അവർക്ക് സംശയം വന്നിട്ടാണ്. അപ്പൊ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും
ഒരു രാത്രി 20 രൂപ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അവരെ ചങ്ങലക്കിട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഭ്രാന്താട്ടി. ഇവരുടെ ഈ നടക്കുന്ന വഴിയിൽ ഈ ഒരു പടിയുടെ അപ്പുറത്ത് വെറുതെ ചങ്ങലക്കിട്ടിരിക്കുന്നു. അവരുടെ മലവും മൂത്രവും ഒക്കെ അവിടെ തന്നെ, ഫുഡും അവിടെ തന്നെ. അപ്പൊ ഇവർക്ക് ഈ അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്ന ഭയങ്കരമായിട്ട്, എനിക്കത് വായിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറേ ദിവസങ്ങൾക്ക് ഉറങ്ങിയിട്ടില്ല. അവസാനം ഇദ്ദേഹത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്തു, ഈ അരുൺ എഴുത്തച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ. ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? അപ്പോൾ സത്യമാണ്, ഞാൻ അവിടെ പോയിട്ട് എഴുതിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു.